വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്വർണ്ണക്കടത്തിൽ കോടതിയുടെ നിർണായക പരാമർശങ്ങൾ. ഇഡിയുടെ രേഖകൾ പ്രകാരം ശിവശങ്കർ കുറ്റക്കാരനാണെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ 1 കോടി രൂപ ശിവശങ്കറിന് ലഭിച്ച കോഴയാണെന്ന് പറയുന്നത് കേസിന് എതിരല്ലേയെന്നും ഇഡിയോട് കോടതി ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യമെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന കാര്യങ്ങൾ BJP നേതാക്കൾ പുറത്തു പറയുകയാണ്. തെറ്റായ വിവരങ്ങൾ നൽകി കോടതിയുടെ വഴിതെറ്റിക്കുക ആണെന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ പറഞ്ഞു. എൻ ശ്രീനാഥ് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീനാഥ്, ഇന്ന് വാദപ്രതിവാദങ്ങൾ പരസ്പരം 2 ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് പ്രധാന വിവരങ്ങൾ? അങ്ങോട്ടും ഇങ്ങോട്ടും കോടതി ധരിപ്പിച്ച കാര്യങ്ങൾ. ശിവശങ്കറിന്റെ അഭിഭാഷകന്റെ വാദം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. ഏതാണ്ട് 11 മണിക്ക് തുടങ്ങിയ വാദം 1 മണി വരെ നീണ്ടു നിന്നു. 2 മണിക്കൂർ അതിശക്തമായ വാദമുഖങ്ങളാണ് പ്രധാനമായും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ശിവശങ്കറിന്റെ അഭിഭാഷകൻ ഉയർത്തിയത്. ഇതിൽ പ്രധാനമായും പറഞ്ഞത് ഈ കേസ് ഒരു കെട്ടിച്ചമച്ച കേസാണ്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കേസാണ് എന്ന രീതിയിലാണ് ബി രാമൻപിള്ള തന്റെ വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. സ്വപ്നയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സ്വപ്ന പറഞ്ഞതായി പറയുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ED ഈ കേസ് ഒരു തിരക്കഥയായി കെട്ടിച്ചമച്ചിരിക്കുന്നത്. മാത്രമല്ല, മാനസികമായി തകർന്നിരിക്കുന്ന അവർ എന്തും പറയുന്ന അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ അവരിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ശിവശങ്കറിനെതിരെ അത് ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ EDയുടെ ലക്ഷ്യം ശിവശങ്കറല്ല, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, ചോദ്യം ചെയ്യുന്ന ഓരോ നിമിഷത്തിലും ചോദിക്കുന്ന കാര്യങ്ങൾ അത് ഉടൻ തന്നെ ടെലിവിഷൻ ചാനലുകളിൽ വരുന്നു. അത് BJP നേതാക്കൾ അത് ഉദ്ധരിക്കുന്നു. ഈ തുടങ്ങിയ വാദങ്ങളും ഇന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ ഉയർത്തി. മാത്രമല്ല, അനധികൃത വരുമാനം ലോക്കറിൽ സൂക്ഷിക്കാൻ ശിവശങ്കർ നിർദ്ദേശിച്ചു എന്ന് പറയുന്നത് അത് സ്വപ്നയുടെ മാത്രം മൊഴിയാണ്. അത് അത്തരത്തിൽ ഒരു വസ്തുതയും ഇല്ലാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, 2018 ഇത്തരത്തിൽ ലോക്കർ തുറക്കുന്നത്. 2019 സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച ഗൂഢാലോചന തന്നെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2018 ലോക്കർ തുറക്കുന്നതിനെ എങ്ങനെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കാൻ കഴിയുക എന്ന വാദവും ശിവശങ്കറിന്റെ അഭിഭാഷകൻ ഉയർത്തി. തെറ്റായ വിവരങ്ങൾ നൽകി കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് ED സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എയർപോർട്ട് ടെർമിനൽ മാനേജരെ ശിവശങ്കർ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ഏത് എയർപോർട്ട് ടെർമിനൽ മാനേജരെയാണ് വിളിച്ചത്? കോയമ്പത്തൂരിലെയാണോ കൊച്ചിയിലെയാണോ എന്നൊന്നും ED വ്യക്തമാക്കുന്നില്ല. ഇത്തരത്തിൽ അവ്യക്തമായ വിവരങ്ങളാണ് പലപ്പോഴും നൽകുന്നത്. അതേപോലെ തന്നെ കൊച്ചിയിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിയപ്പോൾ ആ ബാഗേജിന്റെ ക്ലിയറൻസിനായി ശിവശങ്കർ ഫുഡ് സേഫ്റ്റി കമ്മീഷണറെ വിളിച്ചിരുന്നു. ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷണറെ വിളിച്ചത് കസ്റ്റംസ് കമ്മീഷണറെ വിളിച്ചു എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, മൊബൈൽ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത ഓരോ ചാറ്റുകൾ എടുത്തുകൊണ്ട് അത് കൂട്ടിയിണക്കിക്കൊണ്ടാണ് ശിവശങ്കറിന്റെ ED കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചാറ്റുകൾ പല ചാറ്റുകളും ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എവിടെ നിന്ന് എടുത്ത ചാറ്റുകളാണെന്ന് പോലും വ്യക്തമാക്കാതെയാണ് ഇത്തരത്തിൽ ശിവശങ്കറോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ശിവശങ്കറിന് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ശിവശങ്കറിന് അക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ കഴിയാത്തത്. ഇതിനെ ശിവശങ്കർ മറുപടി പറയാത്തതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കേസിനെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ലൈഫ് മിഷൻ അല്ല ഇവരുടെ ലക്ഷ്യം, മറ്റെന്തോ മിഷനാണ് ഇവരുടെ ലക്ഷ്യം എന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചു. ഏതാണ്ട് 2:15 ഇനി EDയുടെ വാദം ആരംഭിക്കും. EDയുടെ വാദം 2:15 ആരംഭിക്കും. SV രാജു ആണ് അമിത്ഷായുടെ മുൻ അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹമാണ് EDക്ക് വേണ്ടി ഹാജരാകുന്നത്. എൻ ശ്രീനാഥ് വിവരങ്ങൾ പങ്കുവച്ചു. സ്വർണ്ണക്കടത്തിൽ കോടതിയുടെ നിർണായക പരാമർശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരമാണ് ഇപ്പോൾ ശ്രീനാഥ് നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. അത് വടക്കാഞ്ചേരി ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ഭവന നിർമ്മാണ പദ്ധതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ CEO UV ജോസിന്റെ മൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക യൂണിറ്റ് DYSP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത്. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയായിരുന്നു മൊഴിയെടുക്കൽ. യൂണിറ്റാക്കുമായി ഉള്ള കരാർ സംബന്ധിച്ച് തനിക്ക് അറിയില്ലെന്നും കരാർ തയ്യാറാക്കിയത് M ശിവശങ്കർ ആണെന്നുമായിരുന്നു UV ജോസിന്റെ ആദ്യ മൊഴി. ഇക്കാര്യങ്ങളിലെ കൂടുതൽ വിശദാംശങ്ങളാണ് അന്വേഷണ സംഘം ഇന്ന് തേടിയത്.
ആത്മനിർഭർ 3.0 പ്രഖ്യാപിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. പുതിയ ജീവനക്കാരുടെ PF വിഹിതം 2 വർഷത്തേക്ക് കേന്ദ്രം അടയ്ക്കും. ഈടില്ലാത്ത വായ്പ 2021 മാർച്ച് 31 വരെ നൽകും. കഴിഞ്ഞ മാസങ്ങളിൽ രാജ്യത്ത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുവെന്നും ധനമന്ത്രി പറഞ്ഞു. വാർത്താസമ്മേളനം തുടരുകയാണ്. തത്സമയം For them to get into construction and infrastructure, because infrastructure is something which we are prioritizing. And we need them to come in with greater ease. If they didn't have enough cash to provide all those costs for the bank guarantees, they shouldn't be hesitating. So we removed that. कंस्ट्रक्शन और इंफ्रास्ट्रक्चर सेक्टर में निर्माण और ये के क्षेत्र में जितनी हमारी कंपनियां थी, उनको एक बहुत बड़ी दिक्कत आती थी कि उनके पास कैपिटल और बैंक गारंटी की कमी आती थी, क्योंकि बैंक उनकी जो परफॉर्मेंस सिक्योरिटी है कहीं पर 10%, कई जगह उससे ज़्यादा भी रखते थे, तो कुल मिलाकर पैसा काम करने के लिए उनके पास कम पड़ जाता था। उस दिशा में एक बड़ा कदम उठाया गया है कि इसको कम करके मात्र 3% किया गया है, ताकि कंपनियों के पास वर्किंग कैपिटल भी ज़्यादा हो, बैंक गारंटी ज़्यादा ना देनी पड़े और वो ज़्यादा से ज़्यादा काम कर सकें और राष्ट्र निर्माण में काम कर सकें। इसमें जनरल फाइनेंशियल रूल्स के अंतर्गत 31 दिसंबर 2021 तक इनको छूट दी जाएगी, यानी कि अगले साल 31 दिसंबर तक इनको छूट दी जाएगी, जहां पर इनको EMDs नहीं देनी पड़ेंगी टेंडर के लिए, और इसको बिड सिक्योरिटी डिक्लेरेशन के साथ रिप्लेस किया जाएगा। इससे इनको एक लाभ मिल पाएगा, कंपनियां ज़्यादा काम ले पाएंगी, ज़्यादा काम कर पाएंगी, और इसको पब्लिक सेक्टर एंटरप्राइजेस को भी हम इसका लाभ देंगे, और राज्य भी चाहें तो वो अपने यहाँ पर भी ये स्कीम लागू कर सकते हैं। ये उनके लिए है जहाँ पर जो ऑनगोइंग कॉन्ट्रैक्ट्स हैं उनका कोई विवाद ना हो, विवादों से परे हो, विवादों से बाहर हो, उसको इसका लाभ मिलेगा। और अब उनको 10% जो परफॉर्मेंस सिक्योरिटी है वो नहीं देनी पड़ेगी, उससे ज़्यादा देते थे वो नहीं देनी पड़ेगी, उसमें मात्र 3% तक किया गया है। इससे कंपनियों को बहुत लाभ मिलेगा। I go to the 6th announcement, which is an income tax relief that we like to give for developers and home buyers. There's quite a lot of inventory is what we are told in the real estate sector. So at the moment what is prevailing is the differential between circle rate and the agreement value. About 10%. Prices may be lower than that, but up to 10% you get relief. Now what we've decided is to increase the differential from 10% to 20% from the period, for the period from the date of this announcement to 30th June 2021 for only primary sales. So the first sale of residential units of value up to 2 crores. So this scheme where the differential is increased from 10% to 20% is applicable only till 30th June 2021 and is applicable only for those residential units which are 2 crores and less, and therefore if you were to buy, both the home buyers and the developers get this benefit. This relief of up to 20% shall be allowed for both, and the necessary amendments in the IT Acts will be done in the due course, through which, through this particular step, we expect a lot of clearance of inventory, and people will be able to pay less in terms of the differential on which the tax is collected, and the differential is now increased, the gap is now reduced, and therefore they will end up paying far lesser in case of the circle rate differential which affects them. So this is a major step towards middle class which wants to buy when the housing sector is going through a supply side boom, inventories are sitting, nothing is getting cleared, but people don't have any incentive to go buy it. Now we provide
incentive in the form of an income tax relief. हाउसिंग के क्षेत्र में ही एक और बड़ा लाभ देने जा रहे हैं ताकि घर बनाने वाले और घर खरीदने वाले दोनों को इसकी राहत मिल सके. देखा जाता ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കായിരുന്നു. 18,000 കോടി രൂപ കൂടി ആവാസ് യോജനയിൽ നിന്ന് അനുവദിച്ചു. 78 ലക്ഷം പുതിയ തൊഴിൽ നൽകും. ഇത്തരത്തിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മറ്റു വാർത്തയിലേക്ക് പോയാൽ ജുവലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC ഖമറുദ്ദീൻ MLAക്കെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. അതേസമയം ഖമറുദ്ദീൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഹൗസ്ദുർഗ് കോടതിയും തള്ളി. ജാമ്യം നൽകിയാൽ MLA എന്ന നിലയിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് ജാമ്യം നിഷേധിച്ചത്. നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC ഖമറുദ്ദീൻ MLAക്കെതിരെ ചുമത്തിയ വഞ്ചനാക്കുറ്റം ഉൾപ്പെടെ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യത്തിനായി നീക്കം നടത്തിയത്. കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും ഖമറുദ്ദീനെതിരെ 70-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച ഹോസ്ദുർഗ് കോടതി ജാമ്യ ഹർജി തള്ളി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി. ജാമ്യം അനുവദിച്ചാൽ ജനപ്രതിനിധിയായ ഖമറുദ്ദീൻ പരാതിക്കാരെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 11 കേസുകളിൽ കൂടി ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്യാൻ കോടതി അന്വേഷണ സംഘത്തിന് അനുമതി നൽകി. ഇതോടെ ഖമറുദ്ദീൻ അറസ്റ്റിലായ കേസുകളുടെ എണ്ണം 25ആയി. വരും ദിവസങ്ങളിൽ പുതിയ കേസുകളിൽ ഖമറുദ്ദീനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ജുവലറി മാനേജിംഗ് ഡയറക്ടർ പുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള 3 പേരെയും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. തങ്ങൾ ജില്ല വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 2 കേസുകൾ കൂടി ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്തതോടെ ഖമറുദ്ദീൻ പ്രതിയായ കേസുകളുടെ എണ്ണം 127ആയി. ന്യൂസ് 18 കാസർഗോഡ്. വിവാദമായ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിന് പിന്നാലെ കണ്ണൂർ പയ്യന്നൂരിലും ജുവലറി തട്ടിപ്പ്. പെരുന്നയിൽ പ്രവർത്തിച്ചിരുന്ന അമാൻ ഗോൾഡ് എന്ന സ്ഥാപനമാണ് നിക്ഷേപം വാങ്ങിയ ശേഷം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന അമാൻ ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ PK മൊയ്തു ഹാജിക്കെതിരെയാണ് തട്ടിപ്പ് നടത്തിയതിന് പോലീസ് കേസെടുത്തത്. വലിയ കോടികൾ നമുക്ക് പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ എല്ലാവരും ഇപ്പം കൃത്യമായിട്ട് അറിയില്ല എത്രയാണെന്ന്. 100 പവൻ വരെ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട് സ്വർണം. അതേപോലെ 40 ലക്ഷം 50 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. തൃക്കരിപ്പൂർ സ്വദേശിയായ T നൂറുദ്ദീൻ 2017 ജൂലൈ 9 15 ലക്ഷം രൂപയാണ് നൽകിയത്. 2016 ഫെബ്രുവരിയിൽ പെരുന്നയിലെ K കുഞ്ഞാലിമ 3 ലക്ഷം രൂപയും ഒക്ടോബറിൽ കുഞ്ഞിമംഗലം സ്വദേശി TP ഇബ്രാഹിം 20 ലക്ഷം രൂപയും നൽകി. എന്നാൽ വാഗ്ദാനം ചെയ്ത ലാഭം നൽകാത്തതിനെ തുടർന്ന് ഇവർ പരാതിയുമായി രംഗത്തെത്തി. ജ്വല്ലറി തട്ടിപ്പിൽ കൂടുതൽ പേർ ഇരയായിട്ടുണ്ടെന്നാണ് പയ്യന്നൂർ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ജ്വല്ലറിക്ക് വേണ്ടി നിക്ഷേപം സ്വീകരിച്ചതിന് ശേഷം ആ ജ്വല്ലറി പൂട്ടിപ്പോവുകയാണ് ഉണ്ടായത്. പല സ്ഥലങ്ങളിലും പല പരാതികളും ഗൾഫിലും മറ്റും ആയതുകൊണ്ട് ഇമെയിലായിട്ടൊക്കെ മറ്റും പരാതികൾ ലഭിക്കേണ്ടതുണ്ട്. ഞങ്ങളെ ബന്ധപ്പെട്ട ആളുകളോട് ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ജ്വല്ലറി കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിക്കുന്നില്ല. തട്ടിപ്പ് പുറത്തായതോടെ കൂടുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് സൂചന. ക്യാമറാമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനോഭരത്, ന്യൂസ് 18 കണ്ണൂർ. അഴീക്കോട് +2 കോഴക്കേസ് അന്വേഷണം KM ഷാജി MLAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച പണത്തിലേക്കും നീളുന്നു. 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ സമർപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാജിയുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെ ഉറവിടവും പരിശോധിക്കും. 2014 അഴീക്കോട് ഹൈസ്കൂളിൽ +2 അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന കേസിലായിരുന്നു ED അന്വേഷണം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ KM ഷാജിയുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായി 30 മണിക്കൂറാണ് KM ഷാജിയെ ചോദ്യം ചെയ്തത്. മാലൂർക്കുന്നിലെ വീടിന് ചെലവായ പണത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് ചെലവുകളെക്കുറിച്ചുമായിരുന്നു ചോദ്യങ്ങൾ അധികവും. 2 തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണത്തിന് ഷാജിക്ക് പാർട്ടി ഫണ്ടിന് പുറത്തുള്ള സാമ്പത്തിക സഹായം വലിയ തോതിൽ ലഭിച്ചിരുന്നെന്നാണ് സൂചന. ഷാജിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ പണമെത്തിയിരുന്നെന്ന് ED സംശയിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനാണ് ED നിർദ്ദേശം. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി വിശദമായി ചോദിച്ചു. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ഇനിയും കുറച്ച് ഡോക്യുമെൻസുകളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിന് സമയം തന്നിട്ടുണ്ട്. അതിനിടയിൽ ഒക്കെ സബ്മിറ്റ് ചെയ്യണം. പാസ്പോർട്ട്, ആധാരം, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വീടുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവയാണ് കഴിഞ്ഞ ദിവസം ഹാജരാക്കിയത്. വീട് നിർമ്മാണത്തിന് പ്രവാസിയായ ഭാര്യ സഹോദരൻ അക്കൗണ്ട് വഴി 36 ലക്ഷം രൂപ നൽകിയതിന്റെ രേഖകളും ഷാജി കൈമാറി. പണത്തിന്റെ ഉറവിടമറിയാൻ കൂടുതൽ ബന്ധുക്കളുടെ മൊഴിയെടുക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.
ലഹരിമരുന്ന് സാമ്പത്തിക ഇടപാട് കേസിൽ ബിനീഷ് കോടിയേരിയുടെ ബെനാമികൾ എന്ന് കരുതുന്ന 4 പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന ബിനീഷിന്റെ ജാമ്യ ഹർജി ഈ മാസം 18-ന് കോടതി പരിഗണിക്കും. കള്ളപ്പണ ഇടപാടിലും ലഹരിക്കടത്തിലും ബിനീഷ് കോടിയേരിയുടെ കൂടുതൽ ബന്ധങ്ങൾ അന്വേഷിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണ സംഘ മേധാവിയും ED ഡെപ്യൂട്ടി ഡയറക്ടറുമായ രാഹുൽ സിൻഹ ഇന്നലെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ബിനീഷിന്റെ കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ലഹരിക്കടത്ത് കേസിൽ പിടിയിലായ അനൂപ് മുഹമ്മദുമായി അടക്കം നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ ഉറവിടം വ്യക്തമാക്കാൻ ബിനീഷിന് കഴിഞ്ഞിട്ടില്ല. ബിനീഷും അനൂപ് മുഹമ്മദും കൊക്കൈൻ ഉപയോഗിച്ചിരുന്നുവെന്ന് അനൂപിന്റെ സുഹൃത്തുക്കളായ സുഹാസ് കൃഷ്ണ ഗൗഡ, സോണറ്റ് ലോബോ എന്നിവർ മൊഴി നൽകിയിട്ടുണ്ട്. ബിനീഷിന്റെ ബെനാമികൾ എന്ന് കരുതുന്ന തിരുവനന്തപുരം കാർ പാലസ് ഉടമ അബ്ദുൽ ലത്തീഫ്, ഹയാത്ത് ഹോട്ടൽ ഡയറക്ടർ റഷീദ്, അരുൺ എസ്, ബിനീഷിന്റെ ഡ്രൈവർ അനിക്കുട്ടൻ എന്നിവരെ ED ഉടൻ ചോദ്യം ചെയ്യും. ഇനി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നീക്കമാണ് ഏറ്റവും നിർണായകം. 14 ദിവസം നീണ്ട ED ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ ശേഖരിച്ച NCB ദീപാവലി കഴിഞ്ഞാൽ ബിനീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നും സൂചനയുണ്ട്. ബംഗളൂരുവിൽ നിന്നും R. കിരൺ ബാബു, ന്യൂസ് 18. നിയമമന്ത്രി AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കുന്നതായിരിക്കും. ഒരു രൂപത്തിലും ആ ഇരകളുടെ കൂടെയല്ലാതെ ഇരകൾക്കെതിരായിട്ടുള്ള ഒരു സമീപനവും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പ് തന്നെ പറഞ്ഞാണ്, ഞാനും പറഞ്ഞതാണ്. അതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഗവൺമെന്റിനെ സമീപിക്കാം, ഗവൺമെന്റിനോട് പറയാം. ആ ദിശയിൽ ഗവൺമെന്റ് തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇതാണ് ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യവും ഗൗരവത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ എന്താണോ കോടതിയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ മുമ്പാകെ സാക്ഷികൾ എന്താണോ പറയുന്നത്, അതൊക്കെ ലൈവ് ടെലികാസ്റ്റാണിപ്പോൾ. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, നിയമവാഴ്ചയോടുള്ള ഒരു വെല്ലുവിളിയാണ്. സുപ്രീം കോടതി വിധിക്കെതിരാണിത്. മാത്രമല്ല, ഇതിലുള്ള ഒരു പ്രതി ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എനിക്ക് കിട്ടണം, എൻ്റെ മൊഴിയുടെ പകർപ്പ് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ സമയത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞത് മൊഴി കൊടുക്കാൻ പറ്റില്ല. കാരണം ആ മൊഴിയുടെ ഉള്ളടക്കം പുറത്ത് വന്നു കഴിഞ്ഞാൽ പ്രതികൾ രക്ഷപ്പെടും, പ്രതികൾക്ക് സഹായമായിരിക്കും. അങ്ങനെ കോടതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയും മുമ്പ് തന്നെ സുപ്രീം കോടതി അന്വേഷണ ഏജൻസികളുടെ മുമ്പാകെ വരുന്ന മൊഴികൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ തന്നെ വരുന്നു. മാത്രമല്ല, നിങ്ങൾ ഒരു വാചകം ശ്രദ്ധിച്ചിട്ടുണ്ടായത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ഹാസ് സെഡ് that Swapna Suresh is the second accused in the diplomatic channel gold smuggling case had stated that M. Shiva Shankar, former principal secretary to Chief Minister Pinarayi Vijayan and his team in the Chief Minister's office were fully aware of the smuggling of gold and other electronic items. ഇത് പറഞ്ഞില്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതേ രാഗത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും പറയുകയാണ് ഏതാണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പിടിക്കുന്നതിലേക്ക് എത്തിയെന്ന്. ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒലക്ക കാണിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കണ്ട. തോക്ക് കാണിച്ചിട്ട് പേടിക്കാത്ത പാർട്ടിയും അതിന്റെ നേതാവും കേരളം ഭരിക്കുന്ന സാഹചര്യത്തിൽ BJPയുടെയും കോൺഗ്രസിന്റെയും ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതെല്ലാം രൂപത്തിലുള്ള സമ്മർദ്ദമാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിലേക്ക് ഇവർ ചെലുത്തുന്നത് എന്നുള്ളതിന്റെ തെളിവാണിത്. ഇതിനകം തന്നെ പ്രധാനപ്പെട്ട 9 ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിച്ച 9 ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു CBIക്ക് അതിന് അധികാരമില്ല. ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് പ്രകാരം
കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ നോട്ടിഫൈ ചെയ്ത ഒരു സ്ഥാപനത്തെ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ടിൽ പെടില്ല, അതുകൊണ്ട് CBIക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിന് വേണ്ടി വാദിച്ച വക്കീലിന്റെ വാദം, പ്രോസിക്യൂട്ടറുടെ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വീകരിച്ച് തൽക്കാലത്തേക്ക് ആ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഗ്ലാറിംഗ് ആയിട്ടുള്ള വയലേഷനാണ്. മന്ത്രി A.K. ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ സ്വപ്നയുടെ മൊഴികൾ പുറത്തു വരുന്നതും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP നേതാക്കൾ അത് ഏറ്റുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശമാണ് A.K. ബാലൻ നടത്തിയത്. അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കാനുള്ള വ്യഗ്രത പ്രതിപക്ഷം കാണിക്കുന്നുവെന്ന ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കും. തെരഞ്ഞെടുപ്പിലുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പത്രികാ സമർപ്പണം. ഈ മാസം 19 വരെ പത്രിക സമർപ്പിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങിയതോടെ പത്രികാ സമർപ്പണവും ആരംഭിച്ചു. ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും വരണാധികാരിക്കോ ഉപവരണാധികാരിക്കോ പത്രിക നൽകാം. ആദ്യ ദിനം കാര്യമായ പ്രതികരണമുണ്ടായില്ല. വരും ദിവസങ്ങളിൽ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക നൽകും. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഓരോ ഘട്ടത്തിലും കോവിഡ് മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കണം. പതിവ് പോലെ പ്രകടനമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇക്കുറി അനുമതിയില്ല. സ്ഥാനാർത്ഥി ഉൾപ്പെടെ 3 പേർക്ക് മാത്രമാണ് പത്രികാ സമർപ്പണത്തിനെത്താൻ അനുമതി. ഒരു സമയം ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം ഹാളിനുള്ളിൽ പ്രവേശനം. അവധി ദിവസങ്ങളിലൊഴികെ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ പത്രിക നൽകാം. ഈ മാസം 19 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി നാമനിർദ്ദേശ പത്രികയിൽ ട്രാൻസ്ജെൻഡർ കോളവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിവിവരങ്ങൾക്കൊപ്പം സോഷ്യൽ മീഡിയ അക്കൗണ്ട് അഡ്രസ്സും പാൻ കാർഡ് നമ്പരും നൽകണം. ന്യൂസ് 18 തിരുവനന്തപുരം. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി NDA. മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കും മുൻപ് സുപ്രധാന വകുപ്പുകളും കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വവും ഉറപ്പാക്കണമെന്ന നിതീഷ് കുമാറിന്റെ ആവശ്യമാണ് തീരുമാനം വൈകാൻ കാരണമെന്നാണ് വിവരം. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് NDA കക്ഷികളെല്ലാം പ്രതികരിച്ചു. അതേസമയം സർക്കാർ രൂപീകരണത്തിലുള്ള സാധ്യതകൾ മഹാസഖ്യവും തേടുന്നുണ്ട്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റേത് അപകടമരണമെന്ന് CBI നിഗമനം. മരണവുമായി ബന്ധപ്പെട്ട് കലാഭവൻ സോബി നൽകിയ മൊഴി കള്ളമാണെന്ന് നുണപരിശോധനയിൽ തെളിഞ്ഞതായി CBI പറയുന്നു. കേസ് അന്വേഷണ അവസാന ഘട്ടത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര മോഷണ സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ. ഇറാനിയൻ സ്വദേശികളായ 4 പേരെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ നിന്ന് കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മോഷണം നടത്തിയ സംഘം ഇന്നലെ ചേർത്തല തണ്ണീർമുക്കത്ത് കവർച്ച നടത്തിയിരുന്നു. തണ്ണീർമുക്കത്തുള്ള ചെറുപുഷ്പം മെറ്റൽസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 38,000 രൂപയാണ് മോഷ്ടിച്ചത്. പിടിയിലായ വിദേശ പൗരന്മാരെ ചേർത്തലയിലെത്തിച്ചു. ചോദ്യം ചെയ്യുകയാണ്. നിയമസഭാ കയ്യാങ്കളി കേസിൽ V. ശിവൻകുട്ടി ഒഴികെയുള്ള പ്രതികൾ വിടുതൽ ഹർജി നൽകി. മന്ത്രിമാരായ E.P. ജയരാജൻ, KT ജലീൽ അടക്കമുള്ള പ്രതികളാണ് വിടുതൽ ഹർജി നൽകിയത്. രേഖകൾ പരിശോധിച്ച് വിടുതൽ ഹർജി നൽകാൻ V. ശിവൻകുട്ടി കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. അതേസമയം പ്രതികളാരും ഇന്ന് കോടതിയിൽ ഹാജരായില്ല. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കാം.